പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എംപിമാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോഴും തുടരുന്ന ആളുകളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ഇതിനെ ഇനി നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സമയം മുന്നോട്ട് പോകുന്തോറും ഇവിടെ കുത്തിയിരുന്നുള്ള ഈ പ്രതിഷേധത്തിന് അനുവദിക്കുമോ പോലീസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, DK ശിവകുമാർ, VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള നേതൃനിര തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഇപ്പോൾ സമരമുഖത്തുണ്ട്. വിഷ്ണു പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇവിടെ നിന്ന് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് ഇവരോടെന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ മറ്റൊരിടത്തേക്ക് മാറിയിരുന്ന് സമരം ചെയ്യാൻ ഈ നേതാക്കൾ തയ്യാറാകുമോ, അതോ എന്താണ് സംഭവിക്കുക? ഇവർ പോലീസ് നിർബന്ധമായി ഒരു ബലപ്രയോഗത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അത് കടക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് വളരെ വലുതുമായിരിക്കുമല്ലോ. തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വലിയ പ്രത്യാഘാതം ഉണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തേക്കുള്ള റോഡുകളെല്ലാം തന്നെ പോലീസ് അവിടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംഘം ചേർന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് ആരും എത്താതിരിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങളാണ്, അല്ലെങ്കിൽ മുൻകരുതലുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മാറാൻ ഇതുവരെയും കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി ഇപ്പോൾ അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി ചർച്ച നടത്തി മടങ്ങിയത്. എന്നാൽ ആ ചർച്ചയിലും ഉദ്ദേശിച്ച പോലെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ഒരു അനുകൂലമായ നിലപാടോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയും ആഭ്യന്തരമന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ഇന്ന് പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് അതിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് സഭാ നടപടികൾ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും സഭാ നടപടികൾ ഈ വിഷയങ്ങളിൽ തട്ടി പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പലതവണ, ഒന്നിലേറെ തവണ സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി ഇന്നത്തേക്ക് സഭാ നടപടികൾ അവസാനിപ്പിച്ച് നാളെ വരെ സഭ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരുന്നതാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഛാത്രയ്ക്ക് ഗൂഞ്ച് എന്ന് പറയുന്ന ഒരു സംവാദ പരിപാടി ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തുന്നതിന് വേണ്ടിയുള്ള തുടക്കവും രാഹുൽ ഗാന്ധി കുറിച്ചതുമാണ്. പക്ഷേ വിഷയം അവിടെ നിന്നും വിട്ടുപോയിരിക്കുന്നു എന്നതാണ് വസ്തുത. കാരണം ആ പ്രതിഷേധം അങ്ങനെ നടക്കുമ്പോഴും അതിനിടയിൽ ഇന്നലെ നടന്ന പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടിക്കെതിരെ ാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരെ വ്യാപക രീതിയിലുള്ള പ്രതിഷേധം തന്നെ ആരംഭിക്കാനാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത്. MPമാരെ, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ, മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസ് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയിൽ അണിനിരത്തിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടായിരിക്കും ഈ സമീപകാല ചരിത്രത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരുമായി കൃത്യമായ കൂടിയാലോചനകൾ ഡൽഹി പോലീസ് നടത്തിയേ മതിയാക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു വലിയ പ്രതിഷേധ പരമ്പരയ്ക്ക് തന്നെ ഇത് തുടക്കം കുറിച്ചേക്കാം. വലിയ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയമായി ഉൾപ്പെടെ സൃഷ്ടിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായി ഈ നടന്നുവരുന്ന, അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരായി, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം അതിന്റെ അടുത്ത തലത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് ഉയർത്തിയതാണ്. ഇപ്പോൾ അതിന് ദേശീയ തലത്തിൽ ഒരു മാനം നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇതിന് കാരണക്കാരായ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ചർച്ചയ്ക്കുള്ള ഒരു സമയമെങ്കിലും അനുവദിക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. ഇന്ന് ലോക്സഭാ സ്പീക്കറെയും രാജ്യസഭാ അധ്യക്ഷയെയും ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചർച്ച ചെയ്യാൻ സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതായത് സ്വാഭാവികമായിട്ട് CJP അവരുടെ പ്രതിഷേധം നടത്തുന്ന സമയത്ത് എത്ര നാളായ സമരം തുടങ്ങിയതെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സമവായങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. ഇപ്പോഴെന്ന് പറയുന്നത് അന്ന് രാജ്യത്തിന്റെ മുഖമായിട്ടുള്ള യുവതയാകെ സമരമുഖത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴിതാ പ്രതിപക്ഷ നിരയാകെ സമരമുഖത്തുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല?
തീർച്ചയായും. കാരണം രാജ്യത്ത് ഇന്നലെ നടന്ന സമരം മാത്രം നമ്മൾ കണക്കിലെടുത്താൽ മതി. കാരണം ഇതുവരെ BJP നടത്തിയ സമരം ഒന്നും തന്നെ ജന്തർ മന്ദറിനൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ജന്തർ മന്ദറിന്റെ ഉള്ളിൽ തന്നെയാണ് കഴിഞ്ഞ 40 ദിവസമായി BJPയുടെ സമരം നടന്നിരുന്നത്. പക്ഷെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്ന കോർപ്പറേറ്റ് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരുന്ന പാർലമെന്റ് മാർച്ചിന് BJP അനുകൂലികൾ മാത്രമല്ല അല്ലാത്ത പല വിദ്യാർത്ഥികളും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, അതോടൊപ്പം തന്നെ 20 വിദ്യാർത്ഥികളുടെ മരണം തുടങ്ങി നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിയാണ് BJP ജന്തർ മന്ദറിൽ കഴിഞ്ഞ 41 ദിവസമായി സമരം നടത്തിവരുന്നത്. ഇതിൽ 40ാമത്തെ ദിവസമാണ് BJP പാർലമെന്റ് മാർച്ചിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ആഹ്വാനം ഏറ്റെടുത്ത എല്ലാവരോടും ജന്തർ മന്ദറിലേക്ക് വരാനാണ് എന്ന് BJP ആവശ്യപ്പെട്ടതും. പക്ഷെ പലരും എത്തിയത് ജന്തർ മന്ദറിലേക്കായിരുന്നില്ല, നേരിട്ട് പാർലമെന്റിന്റെ മുന്നിലേക്കായിരുന്നു. അവിടെ പോലീസിനും സുരക്ഷ ഒരുക്കാൻ സാധിക്കാതെ വരികയായിരുന്നു. ഇതേ തുടർന്നാണ് വ്യാപകമായ തോതിൽ കണ്ണീർ വാതകവും ലാത്തിചാർജും പോലീസ് പ്രയോഗിച്ചത്. ഇതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം. പാർലമെന്റിന്റെ 2ാം ദിനത്തിന്റെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി പാർലമെന്റിൽ ശക്തമായ ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ ആ നടപടിക്ക് ഒരു മറുപടി നൽകാൻ വിദ്യാഭ്യാസ മന്ത്രിയോ പ്രധാനമന്ത്രിയോ തയ്യാറായില്ല, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തയ്യാറായില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. കൂടാതെ ഈ വിഷയത്തിൽ പാർലമെന്റിനകത്ത് ചർച്ച വേണമെന്ന് ശക്തമായ ഒരു ആവശ്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഇന്ന് നടപടികളുമായി മുന്നോട്ട് പോയത്. ഇതേ തുടർന്നാണ് വലിയ പ്രതിപക്ഷ പ്രതിഷേധം പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉണ്ടായത്. തുടർന്ന് പാർലമെന്റിനകത്തേക്ക് തിരികുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും സമരം പാർലമെന്റിനകത്ത് മാത്രം പോരാ, പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. നേരത്തെ ഉന്നയിച്ച നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടക്കുന്ന സമരം കൂടാതെ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിക്കെതിരെയും ശക്തമായ സമരം തെരുവിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടക്കുന്ന സമരത്തിൽ മുഖ്യമന്ത്രി DD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, കേരളത്തിലെ മന്ത്രി വിഷ്ണുനാഥ് തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ